welcome to Competitive Cracker. ഞാൻ പ്രസീത. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGS യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് LGS ന്റെ എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസ് മേഖലയിലെ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ഇപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു പോർഷനിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് എന്ത് തന്നെ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ 1 മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഒരു മൂലകത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഏതൊരു മൂലകം എടുത്താലും ആ മൂലകം നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ്. നോട്ട് ചെയ്തോണം. ഇനി പകരം നമ്മളോട് ചോദിക്കുവാണ് ഒരു മൂലകത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക എന്ന് ചോദിച്ചാൽ അത് എന്താണ്? അത് തന്മാത്രയാണ്. നോട്ട് ചെയ്യുക. അപ്പൊ ഭൗതികപരം എന്ന് ചോദിച്ചാൽ തന്മാത്ര. അതായത് ഇപ്പൊ ഒരു പഞ്ചസാര എടുത്താൽ അതിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക എന്ന് ചോദിച്ചാൽ ആ പഞ്ചസാരയുടെ ഭൗതിക ഗുണങ്ങൾ, അതിന്റെ ഭൗതിക ഗുണം എന്താണ്? മധുരം. ആ മധുരം പ്രദർശിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് ചോദിച്ചാൽ അത് ആ തന്മാത്ര എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. എന്നാൽ നമുക്കറിയാം പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ്? സൂക്രോസ് ആണ്. ഇപ്പൊ സൂക്രോസിന്റെ ഏറ്റവും രാസപരമായ ഏറ്റവും ചെറിയ കണിക എന്ന് ചോദിച്ചാൽ അതെന്താണ്? ആറ്റം എന്നുള്ളതാണ്. ഓർത്തിരിക്കുക. അപ്പൊ രണ്ടും കൺഫ്യൂഷൻ ആകരുത്. രാസപരം ആറ്റവും ഭൗതികപരം എന്താണ്? തന്മാത്രയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊരു മൂലകം എടുത്താലും അതിനകത്ത് ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ആറ്റമാണ്. ആറ്റം ആദ്യമായിട്ട് അങ്ങനെയുള്ള ചെറിയ കണികകൾ ഒരു പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന ഈ ചെറു കണങ്ങളാണെന്നാണ് ആദ്യമായിട്ട് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഭാരതീയ ശാസ്ത്രജ്ഞനായ കണാദനാണ്. എന്നാൽ ആ ചെറു കണങ്ങൾ ആറ്റമാണെന്ന് പ്രസ്താവിക്കുകയും ആറ്റത്തെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ആറ്റം എന്ന് പറയുന്ന കണം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആയതിനാൽ ആദ്യത്തെ അറ്റോമിക സിദ്ധാന്തവും ജോൺ ഡാൾട്ടന്റെയാണ്. അപ്പൊ ആധുനിക ആറ്റം സിദ്ധാന്തം കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഇവിടെ ഒരു കാര്യം, എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ചെറു കണങ്ങൾ കൊണ്ടാണ് എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് കണാദൻ. ആ ചെറു കണത്തിന് ആറ്റം എന്ന് പേര് നൽകിയത്, ആറ്റം എന്ന് പേര് ആ ചെറു കണങ്ങൾ ആറ്റമാണെന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. അത് ആറ്റമോസ് എന്ന് പറയുന്ന വിഭജിക്കാൻ കഴിയാത്ത എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ ആറ്റം എന്ന പേര് നൽകിയേക്കുന്നത്. ഇനി ആറ്റത്തിന് ആറ്റം എന്ന ആ ചെറുകണങ്ങൾക്ക് ആറ്റം എന്ന് പേര് നൽകിയ ശാസ്ത്രജ്ഞൻ നമ്മുടെ ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഇതിനകത്ത് ഓർത്തിരുന്നോളുക. അപ്പോൾ ചെറുകണങ്ങൾ, പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കണാദൻ. ആ ചെറുകണങ്ങൾക്ക് ആറ്റമാണ് എന്ന് പറഞ്ഞത് ജോൺ ഡാൾട്ടൺ. ഈ ആറ്റത്തിനെ കണ്ടുപിടിച്ചതും ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഓസ്റ്റ്വാൾഡ് ആണ്. ആ പേര് എവിടുന്നാണ് നിർദ്ദേശിച്ചത്? ആറ്റമോസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ആറ്റമോസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം വിഭജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആരെന്നുള്ളതാണ്. നമുക്കറിയാം ആറ്റത്തിനെ ആദ്യമായിട്ട് ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയത്തില്ല. പക്ഷെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നതിനനുസരിച്ച് ആറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാം? വിഭജിക്കാൻ കഴിയും. ആറ്റം എന്ന് പറയുന്നത് 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ 3 മൗലിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ആ 3 മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ, ദെൻ ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോൺ. അപ്പോൾ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ആരാണ്? ഗോൾസ്റ്റിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഗോൾസ്റ്റിനും. പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ ആണ്. ആ പ്രോട്ടോണുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എവിഡൻസ് നൽകിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡുമാണ്. തിരിഞ്ഞു പോകരുത്. പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ ആണെന്ന് നമുക്കറിയാം. ആ പ്രോട്ടോണിന്റെ സാന്നിധ്യം
അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം പദാർത്ഥങ്ങളിൽ ഉണ്ട് എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ഗോൾസ്റ്റിൻ ആണ്. ആ പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ ആണെന്നും ആ പ്രോട്ടോണിന് എവിടെയാണ് അതിന്റെ പൊസിഷൻ എന്നൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ ചാർജ്. അപ്പൊ നമുക്കറിയാം ആറ്റത്തില് 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണുള്ളത്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്, ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഈ 3 ചാർജ് ഉള്ള കണങ്ങൾ കൂടിച്ചേരുന്ന ആറ്റത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് 0 ചാർജ് ആണ്. അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് വൈദ്യുതപരമായി ചാർജ് ഇല്ലാത്ത ഒരു കണമാണ്. സോ ആൻസർ ഈസ് ചാർജ് ഇല്ല. ഇതില് പോസിറ്റീവ്, ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്. സോ ടോട്ടൽ ആറ്റത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഇല്ല, 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുക എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമുക്കറിയാം ഒരു മൂലകം റെപ്രസെന്റ് ചെയ്യുന്നത്, ഞാനിപ്പോ ഒരു മൂലകം എഴുതുകയാണെങ്കിൽ കാൽസ്യം, ആ മൂലകത്തിന്റെ സിമ്പൽ ആണിത്. അതിന്റെ താഴെ എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. മുകളിൽ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. അപ്പം ഇതില് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിൽ കാണപ്പെടുന്ന പ്രോട്ടോണുകളുടെയോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെയോ ആകെ തുകയാണ് അറ്റോമിക് നമ്പർ. അതെപ്പോഴും താഴത്താണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഒരാറ്റത്തിലെ ന്യൂക്ലിയസിന്റെ നമ്പർ ആണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ നമ്പർ ആണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന്റെ നമ്പർ ആണ് മാസ് നമ്പർ. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ഘടകങ്ങൾ, മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. സോ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുക, ദാറ്റ് ഇസ് മാസ് നമ്പർ ആണ്. അതെപ്പോഴും ഒരു ആറ്റത്തിന്റെ റൈറ്റ് സൈഡ്, ആറ്റത്തിന്റെ സിമ്പലിന്റെ പൊക്കത്തായിരിക്കും മാസ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. താഴത്ത് ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ആണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ഒന്നില്ലെങ്കിൽ പ്രോട്ടോണുകളുടെ തുക അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ തുകയാണ്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ന് വന്നത്? അതായത് ആറ്റത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകളുടെ തുക തന്നെ ആയിരിക്കും നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകളുടെയും തുക. ഓക്കെ, നെക്സ്റ്റ്, ഒരാറ്റത്തിലെ മാസ് കൂടിയ കണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആറ്റത്തിലെ 3 മൗലിക കണങ്ങളാണുള്ളത്, പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. അതിലെ മാസ് കൂടിയ കണം എന്ന് പറയുന്നത് ഏതാണ്? ന്യൂട്രോൺ ആണ് മാസ് കൂടിയ കണം. അതിൽ നിന്ന് തന്നെ മറ്റൊരു പോയിന്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, മാസ് കുറഞ്ഞ കണം. കുറഞ്ഞ കണം എന്ന് പറയുന്നത് മാസ് കുറഞ്ഞത് ഇലക്ട്രോണും മാസ് കൂടിയ കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. മാസ് കൂടിയത് ന്യൂട്രോണും മാസ് കുറഞ്ഞത് ഇലക്ട്രോണുമാണ്. തെറ്റിപ്പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പം എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരേ അറ്റോമിക് നമ്പർ വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങൾ, അതിനെ നമ്മൾ വിളിക്കുന്നത് ഐസോടോപ്പുകൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നോട്ട് ചെയ്തോളുക. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഇവിടെ നോക്കുക, മുകളിൽ എഴുതിയേക്കുന്ന നമ്പർ മാസ് നമ്പർ, താഴെ എഴുതിയേക്കുന്ന നമ്പർ അറ്റോമിക് നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പർ എല്ലാത്തിന്റെയും എന്താണ്? സെയിം ആണ്. മാസ് നമ്പർ ആണ് വ്യത്യാസം. അങ്ങനെ മാസ് വ്യത്യാസമുള്ള ഒരേ ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പ്. ഓർത്തിരിക്കാൻ ഒരു കോഡ് വെച്ച് ഓർത്തിരുന്നോളൂ, ദാറ്റ് ഈസ് ടോപ്പ് ഈസ് ഡിഫറെന്റ്. ഐസോടോപ്പിന്റെ പ്രത്യേകത, ഐസോടോപ്പ് അവസാനിക്കുന്ന തന്നെ ടോപ്പ് എന്നാണ്. സോ ടോപ്പ് ഡിഫറെന്റ് ആണെങ്കിൽ അതെന്താണ്? ഐസോടോപ്പ് ആണ്.
Then isobar അങ്ങനെയാണെങ്കിൽ എന്താണ്? Isobar എന്ന് പറഞ്ഞാൽ ഒരേ സെയിം മാസ് നമ്പർ ഉള്ള ഡിഫറെന്റ് ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. ഐസോടോൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്ത തരായ ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോടോൺ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ 3 ടേംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഐസോടോപ്പ്, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ വ്യത്യാസമായിരിക്കും. ഐസോബാറിന്റെ മാസ് നമ്പർ സെയിം ആയിരിക്കും, അറ്റോമിക് നമ്പർ വ്യത്യാസമായിരിക്കും. ഇത് രണ്ടും തമ്മിൽ എപ്പോഴും തിരിഞ്ഞു പോകാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. ഐസോടോപ്പ്, ടോപ്പ് ഈസ് ഡിഫറെന്റ് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ഐസോടോൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? ആറ്റത്തിന് തുല്യമായിട്ടുള്ള ന്യൂട്രോണുകളുടെ എണ്ണമുള്ള വ്യത്യസ്ത തരം ആറ്റങ്ങളെയാണ് നമ്മൾ ഐസോടോൺ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കൊണ്ടുവന്ന ശാസ്ത്രജ്ഞൻ ആരെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആറ്റം മോഡലുകളെ കുറിച്ച് പറയുമ്പോൾ ആറ്റത്തിന് 3 മൗലിക കണങ്ങളുണ്ട്. ഈ മൗലിക കണങ്ങളൊക്കെ എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഉള്ളത് എന്താണ്? നമ്മുടെ ഷേപ്പിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഒരു ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന വലയം വയ്ക്കുന്ന കണങ്ങളാണ്, മൗലിക കണങ്ങളാണ് ഇലക്ട്രോണുകൾ. അപ്പോൾ സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കണം, മൗലിക കണം ഏതെന്ന് ചോദിച്ചാലും അതെന്ത് തന്നെയാണ്? ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകൾ ചുറ്റുന്ന ആ പാതയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക, അതായത് സെന്റർ പോർഷനിൽ സണ്ണിനെ ചുറ്റി എന്തുണ്ട്? 8 ഗ്രഹങ്ങള് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ മാതൃക. അപ്പൊ ഇവിടെ സെന്ററിൽ എന്താണ്? അതേ മാതൃകയ്ക്ക് സിമിലർ ആയിട്ട് ആറ്റത്തിന്റെ സെന്റർ പോർഷനിൽ ന്യൂക്ലിയസ്, അതിനു ചുറ്റും എന്താണ്? ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സൗരയൂഥ മാതൃക കൊണ്ടുവന്നത് ആരാണ്? റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഈ റൂദർഫോർഡ് തന്നെയാണ് ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമായിട്ടുള്ള ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. അതേപോലെ പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും ആര് തന്നെയാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി ജെ തോംസൺ കണ്ടെത്തിയ മൗലിക കണമാണ് ഇലക്ട്രോൺ. ജെ തോംസൺ ഒരു മോഡലും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വാട്ടർ മെലൺ മോഡൽ അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ആറ്റം മോഡൽ, അതായത് ആധുനിക ആറ്റം മോഡൽ കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ എന്ന് പറയുന്നത്. അപ്പോൾ മോഡലുകളിൽ നിന്നും ഈ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ, ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. പിന്നെ മറ്റൊരു നീൽസ് ബോറിന്റെ പ്രത്യേകത, നീൽസ് ബോറിന്റെ ആറ്റം മോഡല് ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മോഡൽ ആണ്. നീൽസ് ബോറിന്റെ ആറ്റം മോഡൽ എന്ന് പറയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ട് വരുന്ന ആറ്റം മാതൃക എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ നമ്മള് ഇതേപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മൾ SI, അതായത് ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഡിഗ്രി മെയിൻസിന്റെ ബാച്ചുകൾ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് SIന് വരാൻ പോകുന്ന SI ബാച്ചും അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻസ് ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡഡ് ആയിട്ടുള്ള, നിങ്ങളുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ഉണ്ടാകും. അതുകൂടാതെ അതിന്റെ PDF നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാകും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് സെക്ഷൻസ്. ഇനി ആ ഓരോ പോർഷനെയും ബേസ് ചെയ്തിട്ട് ഓരോ ലൈവ് സെക്ഷനുകൾ ഉണ്ടാകും. ഈ സെക്ഷനിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന, ഇനി പ്രത്യേകിച്ച് വരാൻ പോകുന്ന പ്രസ്താവന ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ നിങ്ങളുടെ ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ടീച്ചറിനോട് ഡിസ്കസ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ പേഴ്സണൽ മെന്ററിനോട് ഡിസ്കസ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമുക്കുണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന പോർഷനിൽ ആറ്റം ആൻഡ് ആറ്റം മാതൃക എന്ന് പറയുന്ന പോർഷനിൽ നിന്നും വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. നമുക്കറിയാം SI
അതേപോലെ ഡിഗ്രി മെയിൻസ് ബാച്ചിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഹയർ ലെവലിലുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി, കൃത്യമായിട്ട് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജെ തോംസൺ കണ്ടെത്തിയ ആറ്റത്തിന്റെ മൗലിക കണം. നമ്മൾ പറഞ്ഞു ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിൽ 3 മൗലിക കണങ്ങളുണ്ട്. പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് ചാഡ്വിക് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ തോംസൺ ആണ്. അപ്പൊ ആ 3 മൗലിക കണങ്ങൾ ഓർത്തിരിക്കാനുള്ള കോഡാണ് പെൻ. ദാറ്റ് മീൻസ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അതില് പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ്, then ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക്. അപ്പൊ ഓർത്തിരിക്കാനുള്ള കോഡാണ് പെൻ. കണ്ടുപിടിച്ചത് ആരാണ്? RTC ആണെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ജെ തോംസൺ അല്ലെ. തോംസൺ കണ്ടെത്തിയ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ് തോംസൺ കണ്ടെത്തിയ കണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർഗൺ 1840 എന്ന മൂലകത്തിന്റെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം താഴെയുള്ള നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു സിംബലിന്റെ, ഒരു മൂലകത്തിന്റെ താഴെ എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറും മുകളിൽ എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പറുമാണ്. അപ്പോൾ ഈ 18 എന്ന് പറയുന്നത് ആ ആറ്റത്തിൽ കാണപ്പെടുന്ന പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ നമ്പർ ആണ്. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താനുള്ള ഒരു സമവാക്യമാണ് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പൊ ഇവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. സോ ടോട്ടൽ നമ്പർ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 22 ആണ്. സോ ആൻസർ ഈസ് 22 ആണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആറ്റവും ആറ്റം ഘടനയും എന്നുള്ള പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഇതിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും നിങ്ങൾക്ക് LGS മോഡലിൽ വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും LGSന് നമ്മൾ ചോദിക്കുക, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് LGSന് ചോദിക്കുക. അപ്പം ഇപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് ആറ്റവും ആറ്റം ഘടനയും എന്ന് പറയുന്ന പോർഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലോട്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കെമിസ്ട്രി എന്ന് പറയുന്ന പോർഷനിൽ നിന്നും വളരെ കുറച്ച്, അതായത് സയൻസ് പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ കെമിസ്ട്രിയിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസുകൾ, ഇപ്പം വരുന്ന അപ്കമിങ്ങും വരുന്ന ക്വസ്റ്റ്യൻസുകൾ, PSC വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് ഡിഫിക്കൽട്ട്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ നമ്മൾ ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും അതേപോലെ SIയുടെയും ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.